ഹായ്, ലെന സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒട്ടും ടാപ്പും കൊണ്ട് മെഷർ ചെയ്യാതെ ഈ അളവ് ബ്ലൗസ് മാത്രം വെച്ച് കറക്റ്റ് ചെയ്ത് ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി ഒന്ന് കാണുക. എന്നിട്ട് അതിന് ശേഷം ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുക. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ കട്ടിങ്ങും എങ്ങനെ സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പറ്റുമെന്ന്. ഇതിനി വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണാം. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കാണ് കറക്റ്റ് ചെയ്യുക. ബാക്ക് ഇറക്കം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭാഗം മേലേക്കാക്കിയിട്ട് ചീത്ത ഭാഗം അടിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ചിട്ട് ഇറക്കം ലൈനൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തയ്ച്ചു തുടങ്ങുക. അരികെ കൂടെ കൊടുക്കണേ. എൻ്റെ ഒരു കാര്യം ഇതാണ്, അങ്ങനെ അടിച്ചില്ലേ. ഇനി ഇതിനെ മറിച്ചിട്ടിട്ട് ഒരു പതിച്ചടി കൊടുക്കുക. ലൈനിങ് മില്ലിൽ കൂടെ കൊടുക്കണേ. ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് വിട്ടിട്ട് ഇതാണ് ഇങ്ങനെ അടിക്കുക. ഒരൊറ്റ ഇഷ്ടം പോലെ അടിക്കുക. ചിലർക്ക് ഇങ്ങനെ മടക്കി അടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് മടക്കി അടിച്ച് ഹെമ്മിങ് ചെയ്യണതായിരിക്കും ഇഷ്ടം. അവരുടെ ഇഷ്ടം പോലെ ബാക്ക് മടക്കി അടിക്കുക. ഞാൻ ലൈനിങ് വെച്ച് തയ്ക്കുമ്പോഴൊക്കെ മിക്ക ബ്ലൗസുകൾക്കും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക ബാക്ക്. അപ്പോൾ സ്റ്റിച്ചും കാണില്ല. എന്നാൽ ബാക്കിൽ ഇങ്ങനെ ഒരു അടുപ്പ് കൊടുക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാവും. ഇനി ലൈനിങ് പതിപ്പിക്കുക. വെട്ടിയെടുക്കുക. നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന പീസ് വെട്ടിയെടുക്കുക. ഇനി ഇറക്കം കറക്റ്റല്ലേ നോക്കുക. അതിന് ശേഷം ഫ്രണ്ട് പീസ് വെച്ചെടുക്കുക. ഇതുണ്ടോ, ബാക്ക് ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ ഒപ്പം വെച്ച് നോക്കുക. കാണുന്നുണ്ടോ? ഇതാ, ഇവിടെയും കറക്റ്റാണ്, ഇവിടെയും കറക്റ്റ്. നമ്മൾ ആ 1/4 ഇഞ്ച് വിട്ടില്ലേ, ആ 1/4 ഇഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇറക്കം. ഇവിടെ ഈ തയ്യെടുത്തുമ്പോൾ പോയി കഴിഞ്ഞാൽ ഈ ബ്ലൗസിന് ഇറക്കം കറക്റ്റാവും, ഈ ബ്ലൗസിനൊപ്പമാവും. ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഇറക്കം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി ഫ്രണ്ട് പീസ് അടിക്കുക. ഇതൊന്ന് ലൈനിങ് പതിപ്പിച്ച് കൊടുക്കുക. അത് പതിപ്പിച്ചതിന് ശേഷം ഇപ്പം മാർക്ക് ചെയ്ത പീസില്ലേ, അത് രണ്ടും ഒപ്പം വെച്ച് കൊടുക്കുക. അങ്ങനെ ഒപ്പം വെച്ച് കൊടുത്തതിന് ശേഷം ഈ കട്ടിങ്ങിൻ്റെ അവിടേക്കൊന്ന് കുതഞ്ഞു കൊടുക്കുക. അങ്ങനെ അങ്ങനെ കുതഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇത് നീങ്ങിപ്പോവാതെ
ഒരു സൂചിയോ എന്തെങ്കിലും ഇങ്ങനെ ചോക്കുണ്ട്. അപ്പോൾ 2 ഭാഗത്തെ ടക്കും ഒരുപോലെയാവും. ഇനി ടക്ക് പിടിക്കാം. സെൻറ്ററിലെ ടക്ക് ഉണ്ടോ, ഇത് ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ കറക്റ്റാവണം. ഇത് കണ്ടോ, ഈ ഭാഗം കറക്റ്റാവണം. ഈ ഷോൾഡറിൻ്റെ 2 മടക്കായി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. സൈഡിലെ ടക്ക് കാലിഞ്ച് വെച്ച് പിടിച്ചെടുക്കണേ. ഒക്കെ ഒന്ന് കെട്ടിട്ടോ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നൂല് ഇവിടെ നിന്ന് വിട്ടു പോരുള്ളൂ. അപ്പോൾ അവിടേക്ക് ഒന്ന് കെട്ടിട്ട് അടിച്ചു കൊടുക്കണം. ഇതല്ല കട്ടിങ് ടക്കൊക്കെ ക്ലിയറായി കണ്ടോ ബ്ലൗസിൻ്റെ. ഇനി ഈ സെൻറ്റർ ടക്കില്ലേ, അത് ഇതിൻ്റെ ഈ തുമ്പ് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരില്ല. രണ്ടിഞ്ച് ഒരുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് പീസിൽ ഷോൾഡറും പിടിപ്പിച്ചെടുക്കുക. കാലിഞ്ച് വിട്ടില്ലേ, ആ കാലിഞ്ച് ഇവിടെ ഷോൾഡർ പിടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുവരെ നമുക്ക് ടാപ്പൊന്നും വേണ്ട, ടക്കിടാനും ടാപ്പ് വേണ്ട. അതൊക്കെ നമ്മൾ ആ ബ്ലൗസ് അളവ് ബ്ലൗസിൽ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ടക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടി. അതുപോലെ തന്നെ കിട്ടും. ഇതിൻ്റെ ടക്ക് പോലെ തന്നെ കിട്ടും. ഇനി കട്ടിങ് അടിക്കാം. ഇത് കണ്ടോ, കട്ടിങ്ങിൽ ലൈനിങ്ങിൽ 4 പീസും നല്ല തുണിയിൽ 2 പീസും. അപ്പോൾ നല്ല തുണി അടിയിൽ ഒരെണ്ണം നല്ല തുണി ലൈനിങ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ നല്ല തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ കട്ടിങ് പിടിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ വെച്ചു, അടിയിലൊന്ന് വെച്ചു, അതിൻ്റെ മുകളിൽ നല്ല തുണി വെച്ചു, ഒക്കെ വെച്ചു. പക്ഷേ
നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, സൈഡിൽ നിന്ന്, ഇപ്പോൾ ഈ ബ്ലൗസിൻ്റെ സൈഡ് ഭാഗമല്ലേ, ആ സൈഡ് ഭാഗത്ത് നിന്നാണ് തുടങ്ങണമെങ്കിൽ അടുത്തത് അടുത്ത കട്ടിങ് അവസാനിക്കുന്നത് സൈഡ് ഭാഗത്തായിരിക്കണം. അതായത് ഇതുണ്ടോ, ഇങ്ങനെ സൈഡ് ഭാഗത്ത് നിന്ന് തുടങ്ങി. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം വന്നു. അതുപോലെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തുടങ്ങണം. പിന്നെ അടുത്തത് ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്ത് ലൈനിങ് വെച്ച് കൊടുത്ത് നല്ല ബ്ലൗസ് പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ തുടങ്ങുന്നത് ഇവിടെ ഇപ്പോൾ കണ്ട ഈ കട്ടിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് വന്ന് അവസാനിച്ചത്. അപ്പോൾ പിന്നെ അടുത്ത കട്ടിങ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങണം. അപ്പോഴാണ് കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചതല്ലേ കറക്റ്റായിട്ട്, അപ്പോൾ അത് മാറാതിരിക്കണമെങ്കിലൊക്കെ അങ്ങനെ തുടങ്ങി ഇതുപോലെ അത് ഇതാവുന്ന അവസാനിക്കുന്ന സൈഡ് ഭാഗത്ത് കണ്ടോ. അപ്പോൾ ഈ കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവൊന്നുമില്ല. തുടക്കക്കാരുടെ കാര്യം പറയണേ. അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. വേണ്ട, അങ്ങനെ പതിച്ചടിച്ചെടുത്തു. ഇനി വേണ്ടവർക്ക് ഇങ്ങനെ അടിക്കാം. പക്ഷെ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട്, ഈ അരിവൊക്കെ അടിച്ചു കൊടുക്കലുണ്ട് ഈ കട്ടിങ് ഒന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. വേണ്ടവർക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെയായിട്ട് അടിപ്പിട്ട് കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ ഒരു വൃത്തിയായിട്ട് നിൽക്കും. ഇതുണ്ടോ, ഇനി കട്ടിങ് പിടിച്ചെടുക്കാം. ഇത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് അടിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തുമ്പ് മേലേക്ക് കയറ്റി വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ തുമ്പ് മേലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു പതിച്ചടിയൊക്കെ കൊടുക്കുക. അങ്ങനെയും കൊടുക്കുക. ഇനി ഇതിൻ്റെ കട്ടിങ് കറക്റ്റല്ലേ നോക്കുക. വെച്ച് കൊടുത്ത കട്ടിങ് കറക്റ്റല്ലേ നോക്കുക. ടക്കും കണ്ടോ, കറക്റ്റായി വന്നു. അപ്പോൾ നമുക്ക് എവിടെയും വെട്ടി കളയാനൊന്നുമില്ല. ഇവിടെ മാത്രം ഒന്ന് ശകലം കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി പടി വയ്ക്കാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞൊരു പീസ് ഇനി പടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കുളത്ത് വയ്ക്കുന്ന ഭാഗമല്ലേ, അവിടേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് മതി കുളത്ത് വയ്ക്കുന്ന ഭാഗത്തേക്ക്. ഇനി വള്ളി വയ്ക്കുന്ന ഭാഗത്തേക്ക് അതിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുളത്ത് വയ്ക്കുന്ന ഭാഗത്ത് ഈ 1.5 ഇഞ്ച് വെട്ടിയത് കുളത്ത് വയ്ക്കുന്ന ഭാഗത്തേക്ക് അത് മുകളിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ കണ്ടോ, മുകളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഒരു പതിച്ചടി ഇട്ട് കൊടുക്കുക.
ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങനെ ഫുള്ളും മടക്കി കൊടുക്കുക. ഇതുണ്ട്, ഫുള്ളും മടക്കി അങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ തുടങ്ങും. ഇനിയും വള്ളി വയ്ക്കണ ഭാഗം, ഇനി ഹുക്ക് വയ്ക്കണ ഭാഗത്ത് അടിച്ചു. ഇനി ആ ഹുക്കിന് വള്ളി വയ്ക്കണ ഭാഗം ഈ പീസ് അടിയിൽ വയ്ക്കുക. എന്നിട്ട് ഈ പീസ് മുകളിൽ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുണ്ട്, അങ്ങനെ ഒരു മടക്കിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വലിക്കാതെ പതുക്കെ വെച്ച് കൊടുക്കണം. ബാക്കിലെ തുമ്പൊക്കെ മേലേക്ക് കയറ്റി വയ്ക്കണേ. നല്ല റൗണ്ട് ചെയ്ത് ക്രോസ് പീസ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ആ സ്റ്റിച്ചിൽ തട്ടാതെ എല്ലാവരും ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മറിച്ച് തയ്ക്കുമ്പോൾ വൃത്തിയായി നിൽക്കും. ഇനി ഈ തുമ്പിനിങ്ങനെ മടക്കി വെച്ച് കണ്ടോ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. മുകളിൽ കൂടെ ഇത് കണ്ടോ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചു. അതൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്തു. കണ്ടോ, ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്തു. ചിലവർക്ക് ഹെമ്മിങ് ആവും ഇഷ്ടം. അപ്പോൾ കസ്റ്റമറുടെ ബ്ലൗസിൽ എങ്ങനെ കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഹെമ്മിങ് കൊടുക്കുക. ഇനിയിപ്പോൾ പീസ് വെച്ച് അടിച്ച് മറിച്ച് ലൈനിങ്ങിൽ പതിപ്പിക്കുന്ന ഒരു വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് നല്ല ഫിനിഷിങ് കഴുത്ത് കാണാൻ നല്ല വൃത്തിയാണ് കാണാൻ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ക്രോസ് പീസ് വെച്ചു. അതൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്തു. കണ്ടോ, നല്ല വൃത്തിയായി. ആളോ ബ്ലൗസിൽ നമുക്ക്
എങ്ങനെയാണ് ഹെമ്മിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചിലവരുടെ ലൈനിങ്ങിൽ അടിച്ച് മറക്കിയായിരിക്കും പീസ് വെച്ച് ക്യാൻവാസ് വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം, കസ്റ്റമറുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, കഴുത്ത് കറക്റ്റാണ്. അതുപോലെ ഇവിടുത്തെ ഈ ഇതും കറക്റ്റാണ്. ഇത് കണ്ടോ, കട്ടിങ്ങും ടക്കും എല്ലാം കറക്റ്റായി വന്നു. ഇങ്ങനെ കറക്റ്റായി ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അളവെടുക്കുക. ഇനി അളവ് വണ്ണം മാർക്ക് ചെയ്യുക. പിന്നെ ബാക്ക് ഒപ്പം വെച്ചിട്ട് ബാക്ക് ഇങ്ങനെ ഒപ്പം വെച്ച് ഇവിടേക്ക് ഒപ്പം വെച്ച് നോക്കിയതിന് ശേഷം ഹളോ ബ്ലൗസ് എടുക്കുക. അതിൻ്റെ ബാക്കും ഒപ്പം വയ്ക്കുക ഇതുപോലെ. അപ്പോൾ ഇവർക്ക് 1 ഇഞ്ച് വണ്ണം കൂട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ കറക്റ്റ് അളവിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച്, മൊത്തത്തിൽ 1 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് അളവ് കൂടെ വരുന്നത്, അതിൽ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് പീസും ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് പീസിൽ ഈ പീസ് എടുത്തിട്ട് ഇത് വേണ്ടോ, ഇതൊപ്പം വയ്ക്കുക ഇങ്ങനെ. അപ്പോൾ ഈ സ്റ്റിച്ച് കാണുന്നില്ലേ, ഈ സ്റ്റിച്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് ഇപ്പുറത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 4 ഭാഗത്തും 1/4 ഇഞ്ച് ആകുമ്പോൾ 1 ഇഞ്ച് വണ്ണം കൂടും. ഇനി അവിടെ ഒപ്പം പിടിച്ചിട്ട് ഷോൾഡർ കറക്റ്റാക്കുക. ഇവിടെ വേണമെങ്കിലൊന്ന് സൂചി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ആ തയ്യൽ തുമ്പ് മാത്രമേ 1/4 ഇഞ്ചേ വരുന്നുള്ളൂ. ഇതൊപ്പം വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിച്ച് പിടിച്ചാലും ആ ഒരു 1/4 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ. റീക്കാള് ഈ നെക്കിൻ്റെ അവിടെ അത് ആ 1/4 ഇഞ്ച് വിട്ടില്ലേ, ഇതുണ്ടോ, ഇവിടെ മടക്കി അടിച്ചതിന് ശേഷം ആ 1/4 ഇഞ്ച് വിട്ടില്ലേ, ആ 1/4 ഇഞ്ച് കറക്റ്റ് തുമ്പും 1/4 ഇഞ്ച്. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെട്ടി കൊടുക്കുക ചെറുതായിട്ട്. ഇനി കൈ മുടക്കി അടിക്കുക. കേട്ടോ,
ഇത് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ടോ, സ്ലീവ് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചു, കൈക്കുഴി കുഴിച്ച് വെട്ടി. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതാണ്, പക്ഷേ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചു. ഇനി ഇതിൻ്റെ സ്ലീവ് വെച്ചത് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ്. അതായത് സ്ലീവ് വേറെ, ബ്ലൗസിൻ്റെ ബോഡി പീസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ വെച്ചെടുക്കുന്നത് ഒന്നിച്ചാണ്. ഒന്നിച്ച് വെച്ചൊരു ഗുണം എന്താ വെച്ചാൽ വണ്ണം കൂടുക കുറയൊക്കെ വരില്ലേ, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ണം കൂടുന്നതിനനുസരിച്ച് അഴിച്ചു വിടുകയൊക്കെ ചെയ്യാം. ടൈറ്റ് ചെയ്യാനും വണ്ണം കൂട്ടാനും ഒക്കെ സൗകര്യമാണ് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ. ഇനി ഫ്രണ്ട് പീസ് ഇതിങ്ങനെ ഒരു കൊതട്ടുണ്ടാവും കുഴിച്ച് വെട്ടിയെടുത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് അപ്പോൾ ഇങ്ങനെ നൂർത്തിയിട്ടിട്ട് തുമ്പൊക്കെ മേലേക്ക് കയറ്റി വെച്ച് ഈ കൊത ഉണ്ടോ അതിങ്ങനെ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഷോൾഡർ കറക്റ്റായി. ഷോൾഡർ കറക്റ്റാക്കി. ഈ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് അളവ് ബ്ലൗസ് ഒപ്പം വെച്ചിട്ട് ഇതിങ്ങനെ റീകളൊപ്പം പിടിക്കുക. അല്ലോ, ഇതിങ്ങനെ റീകളൊപ്പം പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സൂചി കൊണ്ട് കുത്തി കൊടുത്താലും മതി, അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കൈയുടെ വണ്ണം എടുക്കുക. ഒപ്പം വെച്ചിട്ട് ഇവിടെ മാറ്റി തരും. മാറ്റി ഇത് സെയിം ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ അപ്പുറത്തെ സൈഡും അളവ് നോക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ, സൈഡിൽ ഒരുപാട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു വണ്ണത്തിനനുസരിച്ച് അഴിച്ചുവിടാൻ പാകത്തിന്. ഇനി ഇതിൻ്റെ ഇറക്കം കണ്ടോ, ഇതൊപ്പാണ് കൈയുടെ വണ്ണം, ഷോൾഡർ, നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ടിലെ പടി, വണ്ണം ഒരു അടിഭാഗം മാത്രം 1 ഇഞ്ച് വണ്ണം കൂട്ടാണ്ട്, ബാക്കി എല്ലാ ഭാഗവും ഒരുപോലെ ഇതാണ്. അടിഭാഗം മാത്രം 1 ഇഞ്ച് വണ്ണം കൂട്ടി കൊടുക്കാറുണ്ട്. പിന്നെ ബാക്ക് കഴുത്തിന് ഇറക്കം, പിന്നെ ബ്ലൗസിൻ്റെ ഇറക്കവും എല്ലാം ഇത് വെച്ചിട്ടൊന്ന് അളവെടുത്താൽ മതി. ഇതാണ് ബാക്കിന് ഇറക്കം. ഇതുപോലെ എല്ലാ ഭാഗവും ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് അളവെടുത്ത് റീകാള് കണ്ട റീകാളും കറക്റ്റാണ്. അപ്പോൾ ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിൽ ടാപ്പ് കൊണ്ട് മെഷർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെയും ഫിനിഷിങ് ചെയ്തിട്ട് ബ്ലൗസ് വൃത്തിയായിട്ട് കിട്ടും ഇത് ഇങ്ങനെ തയ്ച്ചാൽ. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനി വരാം.